ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസവും നമുക്ക് നല്ല മഴയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രകൃതിക്ക് തന്നെ ഒരു പ്രത്യേകതയാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിൽ, പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പക്ഷിമൃഗാദികൾക്കും നമുക്കും എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തലേ ദിവസം ഇവിടെ വെച്ചിരുന്ന പൂക്കളൊക്കെ മാറ്റി പുതിയ പൂക്കളൊക്കെ നമ്മൾ പറിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞ് നല്ല ഭംഗിയിൽ നമ്മളിതാ പൂക്കളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ പ്രിയപ്പെട്ട സത്യമാഷാണ്. മാഷ് ഇന്ന് മരണപ്പെട്ട വിവരം ഞാനിങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഫോൺ വന്നപ്പോഴാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ വീണ്ടും എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് കേട്ടോ. സ്നേഹനിധിയായിട്ടുള്ള ഒരു മാഷായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മരണം എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു നല്ല മരണമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയണ്ടേ കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചും കഴിഞ്ഞിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഗോതമ്പ് പൊടിയും നാളികേരമൊക്കെ ചേർത്ത് ഈ ചക്ക വരട്ടിയതും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിന്ന് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് അറിയാത്തവർക്ക് ഇതിങ്ങനെ കാണുമ്പോൾ അതുപോലെയൊക്കെ തന്നെ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അടയായിട്ട് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാവിൽ വെച്ചും കഴിഞ്ഞിട്ട് കുമ്പിൾ കുത്തിയും കഴിഞ്ഞിട്ട് അതിലാക്കി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു 2025 എന്നുള്ള വർഷം തുടങ്ങിയതിൽ പിന്നെ ന്യൂസുകളിൽ ഒരുപാട് മരണങ്ങൾ, ആ മരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരു അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. നമുക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള മരണങ്ങളും മറ്റുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസിൽ. അപ്പോൾ ഇന്നലെ പോലും ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു പയ്യനെ കുത്തി വീഴ്ത്തുന്നതും അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കണ്ടിട്ട് എന്താ പറയുക, നമുക്ക് കിടന്നുറങ്ങാൻ തന്നെ ഒരു സമാധാനക്കേട് തോന്നുന്ന ഒരു വാർത്തകളാണ് നമുക്ക് എന്നും കേൾക്കുന്നത് അല്ലേ. അപ്പോൾ ഞങ്ങൾ കോളേജിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഫ്രീ ടൈം ഉണ്ടാവില്ല, ബ്രേക്ക് ടൈമിലൊക്കെ സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ ഫോട്ടോ കാണിച്ച സത്യമാഷ് ഇങ്ങനെ പറയൂ കേട്ടോ. അതായത് നമ്മൾക്ക് കിടന്ന് മരിക്കാനായിട്ടുള്ള ഇടവരരുത് മാഷ്ടെ, അതൊരു വലിയ ആഗ്രഹമാണ് കേട്ടോ. എനിക്കിങ്ങനെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞ് കിടപ്പിലായി മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി അവർ നോക്കി അങ്ങനെയൊന്നും ജീവിതത്തിൽ ഉണ്ടാവാതെ പെട്ടെന്നുള്ളൊരു മരണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബ്രേക്ക് ടൈമിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മാഷ് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. പിന്നെ മാഷ് റിട്ടയർ ചെയ്ത് പോയി. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട മാഷായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ, കാര്യങ്ങൾ, എങ്ങനെ ജീവിതത്തെ കാണണം, അതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ തരണം ചെയ്യണം, അത് എന്തുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ എന്താ പറയുക മുഷിച്ചലോട് കൂടിയിട്ട് ജീവിച്ചു പോകരുത്, വളരെ പോസിറ്റീവായിട്ടെല്ലാം മാറ്റിയെടുക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും കേട്ടോ. അപ്പോൾ മാഷ്ടെ ആണെങ്കിൽ സബ്ജക്റ്റ് ആണെങ്കിൽ മലയാളമാണ്. അപ്പോൾ മലയാളം അറിയാലോ, ആ മലയാളം സബ്ജക്റ്റൊക്കെ ആകുമ്പോൾ തന്നെ ഒരുപാട് വായിക്കും അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് അതിലൊക്കെ ഭയങ്കര അറിവായിരിക്കും. അറിവുള്ള മനുഷ്യരായിട്ട് നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിവുകൾ കൂട്ടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാഷ് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ മാഷ് കാണാറുണ്ട് കേട്ടോ. ഇന്നലെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു 9:30-ക്കൊക്കെയാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആ ഒരു ടൈമിൽ പോലും ഞാൻ ഇന്നലെ ഇങ്ങനെ എൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയപ്പോൾ മാഷ് എൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഓ മാഷ് എൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർത്തു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മൾ പതിവ് പോലെ തന്നെ എഴുന്നേറ്റ് പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ആ സമയത്താണ് കേട്ടോ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജെയ്മ ടീച്ചർ വിളിച്ചും കഴിഞ്ഞിട്ട് സത്യമാഷ് മരിച്ച വിവരമൊക്കെ പറഞ്ഞത് കേട്ടോ. ഉറക്കത്തിലുള്ള മരണമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് ഒരു പെട്ടെന്നുള്ളൊരു മരണമാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മാഷ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മരണം നല്ലൊരു മരണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ന്യൂസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അനിയനെ കൊല്ല, മകൻ അമ്മയെ കൊല്ല,
അച്ഛൻ മകനെ അങ്ങനെയൊക്കെയുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നമുക്ക് നല്ല ജീവിതം കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരിക്കും എല്ലാവർക്കും അല്ലേ. നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യത്തെ ചിന്ത വരാം. പക്ഷെ അത് മാത്രം പോരാന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ. കാരണം നല്ല മരണം കിട്ടാനും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ എന്തിനാണ് മരിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ ആരെങ്കിലും കുത്തിക്കൊല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേ പക തീർക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ നിമിഷത്തിൽ അറിയില്ല എന്തിനും ഇത് ചെയ്തു എന്ന് പോലും അറിയില്ല അല്ലേ. അപ്പോൾ ഇന്നലത്തെ ഒരു മരണം കണ്ടില്ലേ, ഒരു സഹോദരിയെ കുത്താൻ വേണ്ടിയിട്ട് വന്നിട്ട് സഹോദരനാണ് ആ കുത്തേറ്റിരിക്കുന്നത്. അപ്പോൾ കുത്തിയ ആൾക്കും അതെന്തിന് എന്ന് തോന്നിപ്പോവും, ഇയാൾക്കും തോന്നിപ്പോവും എന്നെ എന്തിനു കൊന്നു എന്നൊക്കെ തോന്നിപ്പോകും അല്ലേ. അപ്പോൾ നല്ല മരണം കിട്ടാനും നമുക്കൊരു ഭാഗ്യം വേണം. നല്ല ജീവിതം കിട്ടുന്നത് പോലെ തന്നെ പ്രധാനമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് അതൊരു മസ്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്ക് അത്രയ്ക്ക് ഭയം തോന്നാണ് അല്ലേ. ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഓരോരോ വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫ് എത്ര ആയുസുള്ളൂ എന്നുണ്ടെങ്കിലും അത്ര വരെ നമ്മൾ നന്മ ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരുപാട് കാശ് എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നതിനേക്കാളൊക്കെ അധികം നമ്മൾ നല്ല ആശ്വാസവാക്കുകൾ പറയുക. എല്ലാവർക്കും ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സംസാരവും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തികളൊന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് തീരാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏതൊരു മനുഷ്യരും പറ്റും അല്ലേ. അങ്ങനെ നന്മയുള്ള മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഇരുമ്പമ്പുളി മരത്തിൽ ധാരാളം ഇരുമ്പമ്പുളി ഉണ്ടായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പും കൂടി നമുക്ക് പൊട്ടിച്ചും കഴിഞ്ഞ് അച്ചാറുണ്ടാക്കാനായിട്ട് തോന്നാണ് കേട്ടോ. നാളെ തന്നെ അത് ചെയ്യണം. അപ്പോൾ ഞാനുണ്ടല്ലോ ചക്കടയൊക്കെ ഉണ്ടാക്കി, അതായത് ആ കുമ്പിളപ്പം ഉണ്ടാക്കിയും കഴിഞ്ഞ് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് നല്ല പോലെ ചൂടാറി തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റോളം ഞാനത് നല്ല പോലെ ആവിയിൽ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം കുമ്പിള കുത്തിയിട്ടാവുമ്പോൾ അതിന് ഇത്തിരി കട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് പോരാ, കുറച്ചധികം സമയം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് അലക്കിയിടാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് തണുത്തോളും. തണുത്തതിന് ശേഷം നമുക്ക് കഴിച്ചൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഈസിയാണ്. ഇപ്പോൾ ചക്കക്കാലൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് പഴുത്ത ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശർക്കരയൊക്കെ ഇട്ട് വെരുകി കുറച്ച് നെയ്യൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് നമ്മൾ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ചുക്കുപൊടിയൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാറുമ്പോൾ ടിന്നിലൊക്കെ ആയിട്ട് അടച്ചൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ അലക്കമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്തൊരു വിളി കേട്ടു. നോക്കിയപ്പോൾ ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ വന്നിരിക്കുകയാണ്. കൊടും ചൂടായ കാരണം അവർ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് വന്നത് കേട്ടോ. നമ്മൾ ചൂടേ വെയിലേ എന്നൊക്കെ നമ്മൾ വീടിനുള്ളിലിരുന്നൊക്കെ പറയും. പുറത്തിറങ്ങി കഴിഞ്ഞ് ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു കഷ്ടപ്പാട് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവർക്ക് തൊപ്പിയൊക്കെ അനുവദിച്ചത് വളരെ നന്നായി എന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത് കേട്ടോ. ഇന്ന് മൗഗ്ലിയും അതുപോലെ തന്നെ വിക്കിയൊന്നും ഇപ്പുറത്തില്ല കേട്ടോ. ഇപ്പുറത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഓട്ടത്തോടോട്ടമായിരിക്കും ഇവരുടെ കയ്യിലെ ചാക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇഡ്ഡലി ചെമ്പ് തുറന്നിട്ടുണ്ട്. നമ്മളാകെ 5 കുമ്പിളപ്പണം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്കത് മതി. അപ്പോൾ ഇപ്പോൾ നല്ല പോലെ തണുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ തുറന്ന് നോക്കി തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയും കൂടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സോസ് പാനിൽ കട്ടൻ ചായയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കുമ്പിളപ്പം എടുത്തും കഴിഞ്ഞിട്ട് ഞാൻ ചായയുടെ ഒപ്പം കഴിച്ചു നോക്കാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഉള്ളത് രമേശ് ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കുമ്പോൾ കഴിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ശർക്കരയും അതുപോലെ തന്നെ ഈ ചക്കയ്ക്കാണെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മധുരമുള്ള അപ്പമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മുൻപൊരു ദിവസം കേട്ടോ. അപ്പോൾ മനസ്സിലായതാണ് നല്ല മധുരമുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ കട്ടൻ ചായയും അതുപോലെ തന്നെ ചക്കടയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുമ്പിളപ്പാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കടിച്ചൊക്കെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാവില്ല, എന്നാലും പറയണ നമ്മൾ ഇക്കൊല്ലം ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ
കാണുമ്പോൾ നമുക്ക് നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ചക്കടിയും കട്ടൻ ചായയൊക്കെ കഴിച്ച് പുറത്തേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ. അപ്പം നിക്കും അരിയും സംഘങ്ങളൊക്കെ ഇവിടെ നിന്നതേ ഈ ഇലകളൊക്കെ ചിക്കി മാന്തി കളിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജയ്മ ടീച്ചറെ ഫോൺ വന്നു. അപ്പോൾ കാറിന് അവരിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നോട് വേഗം യാത്രയായി നിൽക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സത്യമാഷെ കാണാനായിട്ട് പോവാനായിട്ടാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ നിന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടേക്ക് പോയി കേട്ടോ. അങ്ങനെ അവിടുത്തെ ഒരു സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നത് ചാലക്കുടിയിലാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെ ആ പൂജാകർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ കഴിയുന്നത് വരെ ഞങ്ങളവിടെ പങ്കെടുത്തു. അതിന് ശേഷം വീട്ടിലേക്ക് വരാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു കാര്യം ആലോചിക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. ഞാൻ പറഞ്ഞു പെട്ടെന്നുള്ള ഒരു മരണവും കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് അവിടെയൊക്കെ പോയി അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിട്ടോ. ഇനി ഒരിക്കലും അതുപോലെ സ്റ്റാഫ് റൂമിലിരിക്കാനോ. അവിടെ നിന്ന് പോയതിന് ശേഷവും മാഷ് ഞങ്ങളെ കാണാനായിട്ട് കൈ നിറയെ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് അഷ്ടമിച്ചിറക്കിയൊക്കെ പോകുമ്പോൾ അവിടെ വെച്ചൊക്കെ സാറിനെ കാണാറുണ്ട് കേട്ടോ. വളരെ യാദൃശ്ചികമായിട്ട് മുത്തിന് പോകുന്ന ദിവസം ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ മാഷെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ചിഞ്ചു പോകുന്നതിൻ്റെ തലേ ദിവസം അതെ നമ്മൾ അഷ്ടമിച്ചിറയിലെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മാഷെ കാണാനായിട്ട് പറ്റി. അപ്പോൾ 2 പേർക്കും മാഷോട് യാത്ര പറയാനൊക്കെ പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ മക്കളോടും മാഷിൻ്റെ ഈ വേർപാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മക്കൾക്കും അതൊരു ഷോക്കായി കേട്ടോ. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, മരണം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷമം തോന്നുന്ന സമയത്ത് നാമം ചൊല്ലാന്നല്ലാതെ വേറെ ഒന്നിനും പറ്റില്ല കേട്ടോ. അപ്പോൾ രമേശ് ഏട്ടൻ വരേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് മൗഗ്ലി ഗേറ്റിൻ്റെ അവിടെ വരെ പോകും, പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ചട്ടിയിൽ ഇതാ 10 മണിച്ചെടികൾ ഇങ്ങനെ നടാണ് കേട്ടോ. അപ്പോൾ അവൻ റോഡിലേക്ക് നോക്കിയപ്പോൾ ഞാനും വേഗം ഗേറ്റ് തുറന്ന് വയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ തന്നെ രമേശ് ഏട്ടൻ വന്നിട്ടുണ്ട്. വിക്കി ദേ ഓടി ചെല്ലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. നമ്മുടെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇനിയപ്പോൾ മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.